ഹലോ, എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്പൈഡർ പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷനെ കുറിച്ചുള്ളതാണ്. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് ഏതെങ്കിലും പുതിയ കൂട്ടുകാരെത്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ട് ശ്രമിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇത് നമ്മൾ ചെറിയൊരു തൈ നട്ടുപിടിപ്പിച്ചതാണ്. ഇപ്പോൾ ചെടിച്ചട്ടി നിറയെ സ്പൈഡർ പ്ലാന്റ് വളർന്നു നിൽപ്പുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്കൊരു 20ഓളം ചട്ടിയിലേക്കെങ്കിലും തൈ പറിച്ച് നടാൻ പാകത്തിനാണ് ഇത് വളർന്നു നിൽക്കുന്നത്. ഇതിൻ്റെ വേര് പൊട്ടിപ്പോകാത്ത രീതിയിൽ നമുക്ക് ഓരോന്നായിട്ട് പറിച്ചെടുക്കാം. നമ്മുടെ പൂന്തോട്ടം അലങ്കരിക്കാൻ മാത്രമല്ല നമ്മുടെ അകത്തളങ്ങളൊക്കെ അലങ്കരിക്കാനും ഈ ചെടി ഉപയോഗിക്കാറുണ്ട്. വളരെ മനോഹരമാണ് ഇത് ചട്ടി നിറഞ്ഞിങ്ങനെ നിൽക്കുന്നത് കാണാനായിട്ട്. അപ്പോൾ നമുക്ക് ചട്ടിയിലെ മണ്ണൊരൽപ്പം മാറ്റി കൊടുത്തിട്ട് അതൊന്ന് പറിച്ചെടുക്കാവേ. അപ്പോൾ നമുക്ക് വേറെ 2 ചട്ടിയിലേക്കും കൂടി ഇതൊന്ന് പിടിപ്പിക്കാം. ഇപ്പോൾ ഇത് മുഴുവനും ചെയ്യുന്നില്ല. നമുക്ക് ഒരു 2 എണ്ണം 2 ചട്ടിയിലായിട്ട് നട്ടു നോക്കാം. അപ്പോൾ ഇതുപോലെ വേര് പൊട്ടാത്ത രീതിയിൽ നമുക്ക് പ്ലാന്റ് പറിച്ചെടുക്കാം. പറിച്ചെടുക്കുന്ന സമയത്ത് തണ്ട് ഇല മാത്രമായി പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അടിയിൽ കുറച്ചെങ്കിലും വേര് വേണം. പെട്ടെന്ന് തന്നെ ഇതിൻ്റെ വേര് പിടിച്ച് നല്ലവണ്ണം വളർന്നു കിട്ടുന്ന ഒരു ചെടിയാണിത്. അപ്പം അധികം പരിചരണമൊന്നും കൂടാതെ നമുക്ക് പൂന്തോട്ടത്തിൽ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണിത്. അപ്പം നമ്മളിതിന് ഓർഗാനിക്കായിട്ടുള്ള വളങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. നമുക്ക് എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ചാണകം ഇതെല്ലാം പുളിപ്പിച്ച് കൊടുക്കുന്ന വളം കൊടുക്കാം. അപ്പോൾ നമ്മൾ ചെടി നടുന്ന സമയത്ത് അടിവളമായിട്ട് എല്ലുപൊടി, ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ മണ്ണ്, മണൽ ഇതെല്ലാം കലർന്ന മിശ്രിതമാണ് നമ്മൾ പോട്ടിംഗ് മിക്സായിട്ട് ഉപയോഗിക്കാറ്. പിന്നെ നമുക്ക് എല്ലുപൊടി, ചാണകപ്പൊടിയൊക്കെ പുളിപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് അതിനൊരു ദുർഗന്ധം ഉണ്ടായിരിക്കും. അപ്പോൾ അത് പാടില്ല. ചിലപ്പോൾ മുറ്റത്തൊക്കെ ഒഴിക്കുമ്പോഴത്തേക്കും ദുർഗന്ധം ഉണ്ടായിരിക്കുമല്ലോ. അത് വേണ്ടാന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചത് വളമായിട്ട് നൽകാം. അപ്പം മഴയുള്ള സമയത്ത് ഇങ്ങനെ ലിക്വിഡായിട്ടുള്ള വളങ്ങൾ നൽകാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ചെടി നട്ടതിന് ശേഷം നമുക്കിത് ആദ്യ ദിവസങ്ങളിൽ അധികം വെയിലില്ലാത്ത സ്ഥലത്ത് വേണം വെച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ നമുക്കിത് മുറ്റത്തിൻ്റെ സൈഡിൽ കൂടി ഒക്കെ ബോർഡർ ചെടിയായിട്ട് വെച്ച് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരുമിച്ച് കുറേ ചട്ടികളിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് കാണാനായിട്ട് വളരെ മനോഹരമായിരിക്കും. അല്പം വലിയ ചട്ടികളിലാണ് ഇത് വയ്ക്കുന്നതെങ്കിൽ ഒരല്പം പൊക്കം വയ്ക്കും. ഇത് നല്ല പോണ വളർന്ന് നിൽക്കുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. അപ്പോൾ മതിലിനോട് ചേർന്നോ അല്ലെങ്കിൽ നമ്മുടെ മുറ്റത്തിൻ്റെ ബോർഡർ തിരിക്കുമ്പോഴോ ഒക്കെ ആയിട്ട് ഇത് നിരനിരയായിട്ട് അങ്ങ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഭംഗിയാണ് ഈ ചെടി കാണാനായിട്ട്. അതുപോലെ തന്നെ നമുക്ക് ഇൻഡോർ പ്ലാന്റായിട്ട് വളർത്താനായിട്ട് വളരെയധികം നല്ലൊരു ചെടിയാണിത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയതായിട്ട് വന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.